ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ എണീറ്റപ്പോൾ മുതൽ രാത്രി വരെ ഇന്ന് എനിക്ക് എന്തായിരുന്നു പരിപാടി എന്നുള്ളതാണ്. ബ്രഷ് ചെയ്ത് വന്നതിന് ശേഷം ഫേസിൽ ഇങ്ങനെ ഐസ് കൊണ്ട് മസാജ് ചെയ്യാറുണ്ട്. മോർണിംഗും നൈറ്റും സ്കിൻ കെയർ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു ഫ്രഷ്നെസ് ഒക്കെ തോന്നാറുണ്ട്. അതിനുശേഷം നമ്മൾ പുട്ടൊക്കെ സെറ്റാക്കി കുക്കറിലാക്കി വന്നതിന് ശേഷം ഫേസൊക്കെ വാഷ് ചെയ്തു, നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി. ഇനി നമുക്ക് പുട്ടിനെ പറ്റി വിവരിക്കാം. പുട്ട് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് വേവാറില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ വെള്ളമൊക്കെ വറ്റി അത് കുക്കറോടെ കത്തിപ്പോറാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. കുക്കറിൻ്റെ അല്ല പുട്ടിൻ്റെ പാകം എനിക്കറിയാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പുട്ടാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. 3 നേരം പുട്ട് തന്നാലും ഞാനത് തിന്നും, ഇനി മാവോടെ തന്നാലും തിന്നും എന്നുള്ളൊരവസ്ഥയാണ്. ഇന്ന് നമുക്ക് കറി കടലയായിരുന്നെങ്കിലും മീൻകറി കണ്ടപ്പോൾ എനിക്ക് അതിനകത്തായിട്ട് അട്രാക്ഷൻ തോന്നിയത്. പുട്ടിൻ്റെ കൂടെ പഴം ഒഴിച്ച് എന്ത് കറിയും പോവും. കറിയില്ലാത്ത സമയത്ത് ഞാൻ അച്ചാർ വരെ കൂട്ടി പുട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പുട്ടിനോട്. ഇങ്ങനെ പുട്ടിനോട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ അലക്കിയിട്ടതിന് വന്നതിന് ശേഷം പിന്നെ കുറച്ച് നേരം നമ്മൾ കട്ടിലയിൽ ഇങ്ങനെ കിടന്ന് വായി നോക്കിയിരുന്നു. വേറെ ആരെയല്ല, വെറുതെ ഇങ്ങനെ വായി നോക്കിയിരിക്കണം. കാരണം എനിക്കൊന്നും ചെയ്യാനില്ല. മൂവിയൊക്കെ കാണണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പിന്നെ അതിനൊരു മടിയായി. അങ്ങനെയൊക്കെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഇത്തി വന്നിട്ട് പറഞ്ഞു പുറത്ത് പോകാം, ഇത്തിരി കൊച്ചിന് ബർത്ത്ഡേ ആണ് വരുന്നത്, അപ്പോൾ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് എനർജിയൊക്കെ വന്നു പുറത്ത് പോകാൻ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ അത്രയും നേരം വായി നോക്കിയിരിക്കുമായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി നമ്മൾ പോത്തീസിലോട്ടാണ് നേരെ പോകുന്നത്. അവിടെ ചെന്ന് കിഡ് സെക്ഷനിൽ പോയി ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് 2 പേർക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റ് അവന് കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ മാറ്റി വേറെ ഡ്രസ്സാണ് എടുത്തത്. പിന്നെ കുട്ടികളല്ലേ, കളിപ്പാട്ടം ഇങ്ങനെയുള്ള ടോയ്സൊക്കെ കണ്ടാൽ ഭ്രാന്താണ്. അവന് പ്രത്യേകിച്ച് ഭ്രാന്താണ്. കുറേ നേരം അവൻ്റെ പുറകെ അവിടെ വായി നോക്കിയൊക്കെ നിന്നതിന് ശേഷം നമ്മളിത് ഇങ്ങനെ വെറുതെ കണ്ടാണ് കേട്ടോ. ഈ ഒരു വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വാച്ചിന് വെറും 20,000 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതുപോലെ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വാവ് മോമോയിലാണ് പോയത്. മോമോസ് എൻ്റെ ഫേവറേറ്റ് ആണ്. വാവ് മോമോയിൽ നിന്ന് മോമോസ് കഴിച്ചാണ് ഞാൻ മോമോസിനൊരു അഡിക്ഷൻ വരുന്നത്. അതിനുശേഷം പിന്നീട് ഒരു സെക്കൻഡ് ടൈമാണ് ഞാൻ വാവ് മോമോയിൽ നിന്ന് മോമോ കഴിക്കുന്നത്. ആ പേര് പോലെ തന്നെ വാവ് ആയിട്ടുണ്ടായിരുന്നു മോമോ. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് മേക്കപ്പൊക്കെ കഴിച്ച് കിടക്കുകയാണ് ഗൈസ്. ബൈ.